ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഫെബ്രുവരി 4 അഗ്നികന്യക, അവർ ലേഡി ഓഫ് ദ ഫയർ, ഇറ്റലി 1428. നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ജോലി സംബന്ധമായ മേഖലകളിലുമെല്ലാം നിരാശകളും അഗ്നി സമാനമായ സഹനത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലെ അഗ്നിസമാനമായ സഹനങ്ങൾ കൂടി കടന്നു പോയപ്പോൾ അതെല്ലാം ദൈവഹിതമായി സ്വീകരിച്ചവളാണ് മറിയം. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കാം. 1428 ഫെബ്രുവരി 3-നും 4-നും ഫോർലിയിലുള്ള സ്കൂളിൽ 2 രാത്രികളിലും വലിയ അഗ്നിബാധയുണ്ടായി. ഏതാനും ദിവസങ്ങൾ തീ കത്തിക്കൊണ്ട് നിന്നു. കത്തിക്കരിഞ്ഞ ചാമ്പലായ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കുട്ടികൾ പ്രാർത്ഥിച്ചിരുന്ന മാതാവിൻ്റെയും ഉണ്ണിയുടെയും മരത്തിൽ കൊത്തിയ ഒരു രൂപം നാട്ടുകാർ കണ്ടെടുത്തു. ഇതിന് യാതൊരു കേടുപാടും സംഭവിച്ചിരുന്നില്ല. പട്ടണത്തിലെ ഗവർണറുടെയും പേപ്പൽ അധികാരിയുടെയും നിർദ്ദേശപ്രകാരം ആ അത്ഭുത രൂപം അടുത്ത ഞായറാഴ്ച കത്തീഡ്രൽ പള്ളിയിൽ സ്ഥാപിച്ചു. 1636 ചാപ്പലിൻ്റെ ഇടനാഴിയിൽ മാർബിളിൽ പണി കഴിപ്പിച്ച സ്ഥലത്ത് തീയുടെ മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചു. തീയിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ ആ ദേശത്തെ ആളുകൾ മാതാവിൻ്റെ ഈ ഛായയിലുള്ള രൂപം വാതിൽപ്പടയിലും മറ്റും തൂക്കിയിടുമായിരുന്നു. ഫോർലിയിലെ മധ്യസ്ഥയായി തീയുടെ മാതാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഫെബ്രുവരി 4 മുതൽ അടുത്ത വരുന്ന ഞായർ വരെയാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാ ജീവിതത്തിലും വേദനകളുണ്ട്, സഹനങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്, കടബാധ്യതകളുണ്ട്. എല്ലാം അമ്മയ്ക്കറിയാമല്ലോ. എല്ലാം ഈശോയുടെ കരങ്ങളിലോട്ട് ഒന്ന് കൊടുക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോയെ ഞങ്ങളെ ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.